ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അവൻ തന്നെയാണോ, കുടുംബമാണോ, സമൂഹമാണോ, അല്ലെങ്കിൽ കോടതി തന്നെയാണോ? ഈ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി ഉയർന്നത് രണ്ടുപേരുടെ ജീവിതത്തിലൂടെയാണ്. അരുണ ശാൻഭാഗിന്റെയും ഹരീഷ് റാണയുടെയും. ഇതൊരു സാധാരണ കഥയല്ല. ഇത് മനുഷ്യന്റെ ജീവനും വേദനയും ദയയും നിയമവും തമ്മിലുള്ള വലിയൊരു ചോദ്യമാണ്. 1973 മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവ നേഴ്സായിരുന്നു അരുണ. ഒരു രാത്രി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ അവളെ ക്രൂരമായിട്ട് ആക്രമിച്ചു. അരുണയുടെ കഴുത്തിൽ നായയുടെ ചെയിൻ കൊണ്ട് ഞെരിച്ച് ആക്രമിച്ചതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിലേക്ക് ഓക്സിജൻ എത്താതെ പോയി. അതിനുശേഷം അരുണ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന അവസ്ഥയിലേക്ക് വീഴുകയാണ്. ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല, ഒന്നും തിരിച്ചറിയാനും കഴിയില്ല, ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ കഴിയില്ല. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, 42 വർഷമാണ് അരുണ ആശുപത്രിയിലെ ഒരു കിടക്കയിൽ ജീവിച്ചത്. ആശുപത്രിയിലെ നഴ്സുമാരായിരുന്നു അരുണ ശാൻഭാഗിനെ വർഷങ്ങളോളം നോക്കിയിരുന്നത്. പിന്നീട് ഒരു വലിയ ചോദ്യം ഉയരുകയാണ്: ഇങ്ങനെ ജീവിക്കുന്നത് ദയയാണോ, അല്ലെങ്കിൽ അവൾക്ക് വിടുതൽ നൽകുന്നതാണോ ദയ? ഈ ചോദ്യമാണ് കോടതി വരെ എത്തിയത്. 2009 അരുണയ്ക്ക് ദയാവധം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തു. 2011 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഒരു ചരിത്ര വിധി പ്രസ്താവിച്ചു. പക്ഷെ അരുണയ്ക്ക് മരിക്കാൻ അനുമതി നൽകിയിട്ടില്ല. പക്ഷേ അതിലുപരി കോടതി ഒരു വലിയ ആശയം ഇന്ത്യയിൽ അംഗീകരിക്കുകയാണ്: നിഷ്ക്രിയ ദയാവധം. ഒരു രോഗിയെ ജീവിക്കാൻ സഹായിക്കുന്ന ചികിത്സയും ലൈഫ് സപ്പോർട്ടും നിർത്തിവെച്ച് സ്വാഭാവികമായി മരിക്കാൻ അനുവദിക്കുക. അത് ഇന്ത്യയിലെ നിയമചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരികയായിരുന്നു. അരുണ 2015 മരിച്ചു. പക്ഷെ അവളുടെ കഥ ഇന്ത്യയിലെ ഒരു വലിയ നിയമ ചർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം ഇതേ വിഷയം വീണ്ടും രാജ്യത്തെ ഞെട്ടിച്ചു. ഒരു യുവാവിന്റെ ജീവിതത്തിലൂടെ. പേര് ഹരീഷ് റാണ. 2013 ഒരു അപകടത്തിൽ നിന്ന് ഗുരുതരമായി തലച്ചോറിന് പരിക്ക് സംഭവിക്കുകയും അതിനുശേഷം 13 വർഷം വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ തന്നെ ജീവിക്കുകയും ചെയ്ത ഒരു യുവാവ്. ജീവൻ നിലനിർത്തുന്നത് മെഡിക്കൽ ട്യൂബുകളും ചികിത്സയും കൊണ്ട് മാത്രമായിരുന്നു. ഹരീഷ് റാണയുടെ മാതാപിതാക്കൾ വർഷങ്ങളോളം അവനെ നോക്കി. അവനെ ഇങ്ങനെ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിലൂടെ അവസാനം അവരൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അവർ കോടതിയെ സമീപിച്ചു. ഒരച്ഛൻ ചോദിക്കേണ്ടി വന്ന ഏറ്റവും വേദനാജനകമായ അപേക്ഷയായിരുന്നു അത്. തൻ്റെ മകന് ദയാവധം അനുവദിക്കണം എന്ന അപേക്ഷ. 2026 മാർച്ച് 11 ഇന്ത്യയുടെ സുപ്രീം കോടതി ഒരു ചരിത്ര വിധി അറിയിച്ചു. ഹരീഷ് റാണയുടെ ലൈഫ് സപ്പോർട്ട് പിൻവലിക്കാൻ കോടതി അങ്ങനെ അനുമതി നൽകി. അതായത് ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധം പ്രായോഗികമായി നടപ്പിലാക്കാൻ കോടതി അനുവാദം നൽകിയിരിക്കുകയാണ്. കോടതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: ജീവിക്കാൻ അവകാശം പോലെ തന്നെ മരിക്കാൻ മാന്യതയുള്ള അവകാശവും മനുഷ്യനുണ്ട്. അരുൺ ശാൻഭാഗിന്റെ കഥ ഈ നിയമത്തിന്റെ വാതിൽ തുറക്കുകയായിരുന്നു. ഹരീഷ് റാണയുടെ കേസ് ആ നിയമം യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആദ്യ ഉദാഹരണവുമായി. പക്ഷെ ഒരു ചോദ്യം ഇപ്പോഴും അതുപോലെ തന്നെയാണ്: ജീവൻ നിലനിർത്തുന്നത് എപ്പോഴും ദയയാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ മരിക്കാൻ അനുവദിക്കുന്നതാണോ ഏറ്റവും വലിയ ദയ?